ഹായ് ഹലോ കൂട്ടുകാരെ, ഹരേ കൃഷ്ണ. ഓം നമ ശിവായ. ഓം നമോ നാരായണായ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലാണ് കേട്ടോ. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറില്ലേ, എൻ്റെ നാട് പരവൂർ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിനടുത്താണ്, കൊല്ലം. ആ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ വരുമ്പോൾ എല്ലാം. ഞാൻ എന്താ പറയുക, അമ്മയുടെ അടുത്ത് വരാറുണ്ട്. ഇതാണ് കളിത്തട്ട് എന്നൊക്കെ പറയുന്ന അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ വരാനായിട്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2016 ഒരു അപകടം, വലിയൊരു മത്സരക്കമ്പം നടത്തി അതിലൊരു അപകടമൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അവിടെയാണെങ്കിൽ ചുറ്റുമതിൽ കണ്ടോ, അകത്ത് ഇതേപോലെ ഇത് പുറത്തുള്ള ചുറ്റുമതിലാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ അതുപോലെ തന്നെ അകത്ത് വലിയൊരു ചുറ്റുമതിൽ കെട്ടി. അപ്പോൾ അവർ കെട്ടരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ എന്താ പറയുക, ആ ഒരു ഇതൊക്കെ നിയമമൊക്കെ ലംഘിച്ചിട്ട് അവർ കെട്ടിയതാണ്. ഇത് കൊട്ടാരം എന്നൊക്കെ പറയാം. അവിടെ ദേവിയുടെ ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇത് ഈ പുറമേ ഉള്ള ചുറ്റുമതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിനകത്തോട്ടും അവർ മതിലൊക്കെ കെട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ കെട്ടിയപ്പോൾ അത് ദോഷമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, അകത്ത് നമ്മൾ പണ്ട് നോക്കുന്ന സമയത്ത് ഈ ചുറ്റുമതിൽ, ഈ പുറത്ത് കാണുന്ന ഈ പെയിൻറ്റിങ് ഒക്കെയുള്ള ഈ ചുറ്റുമതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ചുറ്റുമതിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ അകത്തും ചുറ്റുമതിൽ കെട്ടിയപ്പോൾ അത് ദേവിക്ക് തന്നെ ഒരു ഇതുപോലെ, അതായത് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. മറ്റേത് നമുക്ക് തുറസായിട്ട് ഇങ്ങനെ അകത്ത് ചുറ്റുമതിലില്ലാതെ ഇരിക്കുന്ന ടൈമിൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പ്ലസൻറ്റ് ഫീലിങ്ങും, നമുക്ക് അകത്ത് കയറി തൊഴുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു നല്ലൊരു അനുഭവം ഉണ്ടാവുന്നതായിരുന്നു. പണ്ടൊക്കെ എൻ്റെ അച്ചാമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എന്താ പറയുക, അകത്ത് ഇതുപോലെ ഇങ്ങനെ കെട്ടത്തില്ല, അകത്ത് ചുറ്റുമതിൽ കെട്ടേണ്ട ആവശ്യമില്ല, അപ്പോൾ അങ്ങനെ തുറസായിരിക്കുന്നതാണ് ദേവിക്ക് ഇഷ്ടം. കാരണം ഇവിടുത്തെ ദേവി എന്ന് പറയുന്നത് ഭദ്രാദേവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവിക്ക് അത്രയും ഇതായിട്ടിരിക്കണം. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിനടുത്തുള്ള ആ ദേവീ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ദേവീക്ഷേത്രം മുള്ളരികം ദേവീക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പം അത്രയും ഞാൻ വീട്ടിൽ വരുമ്പോഴെല്ലാം എൻ്റെ ഈ മുള്ളരിക ക്ഷേത്രത്തിൽ പോവും. ഇവിടെയും ശ്രീഭദ്രാദേവി തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും ദുർഗാദേവിയുടെ ഒരു പ്രസൻസ് ഉണ്ട്. ദുർഗാദേവി ഉണ്ട്, ഗണപതി ഭഗവാനുണ്ട്, ശിവഭഗവാനുണ്ട്, ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയും വന്നിട്ടുണ്ട്. അപ്പം ഒത്തിരി ഇഷ്ടമാണ്. ഞാനിവിടെ എന്ന് വരും. പിന്നെ ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്. എൻ്റെ വീട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനന്ന് പറഞ്ഞില്ലായിരുന്നോ, ഈ വീടിന് വേണ്ടിയിട്ടാണ്, ഈ വീട് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൗൺസിലറെയൊക്കെ പോയി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അവർ അതിൽ യാതൊരു ഇതും എടുക്കുന്നില്ല, നമുക്ക് അതിനുള്ള സഹായങ്ങളൊന്നും തരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വീട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ചോടിട്ട വീടാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആ ദേവീക്ഷേത്രം, നമ്മുടെ ദേവീക്ഷേത്രം, മുള്ളരികം ദേവീക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഭിത്തിയൊക്കെ മുമ്പ് പൊട്ടിയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ശരിയാക്കിയത്. അപ്പോൾ ഓടിട്ട വീടായതുകൊണ്ട് തന്നെ നമുക്ക് ഓടൊക്കെ എപ്പോഴും ചോർന്നൊലിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അടുത്തൊക്കെയുള്ള വീടുകളൊക്കെ വലിയ വീടുകളൊക്കെയാണ്. പക്ഷെ നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മയുടെ വീട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഒരുപാട് വിഷമമുണ്ട്. പിന്നെ ഇത് ക്ഷേത്രം മുള്ളരികം ദേവീ ക്ഷേത്രമാണ്. ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ വരുമ്പോഴെല്ലാം ദേവീനെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ എൻ്റെ ആ വീട് കാണാൻ കഴിയും കേട്ടോ. മുള്ളരികം ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ എൻ്റെ വീട് കാണാൻ കഴിയും. പിന്നെ അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അത്രയും നമുക്ക് ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അപ്പം കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ട്, കൂട്ടുകാരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ അകംഭാഗമാണ്. അപ്പം ഞാൻ ഓണമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. പിന്നെ ട്രെയിനിലായതുകൊണ്ട് മോനെ കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു. എൻ്റെ അമ്മയാണ് അമ്മേന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ നാട്ടിൽ. എനിക്ക് നാട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നാട്ടിൽ എനിക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ കൂടിയും നാട്ടിൽ നമ്മൾ പറഞ്ഞ പോലെയുള്ള കുറേ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഈ അമ്പലത്തിലെ കാര്യം തന്നെയാണ്. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇതിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കേസൊന്നും ആയിട്ടില്ല. ആ ചുറ്റുമതിൽ പൊളിച്ച് കളയുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു. അന്നൊരു പക്ഷേ കളക്ടർ ഓർഡർ സമയത്ത് ഇവർ അത് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അപകടമൊന്നും ഉണ്ടാവുകയും ഇത്രയും പേര് മരണപ്പെടുകയൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാകണമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ
ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് അധികാരപ്പെട്ടവരുണ്ടെങ്കിൽ എൻ്റെ കേസ് സംബന്ധമായിട്ട് അതൊന്ന് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടോ, അത് ഈ മതിൽ പൊളിച്ച് കളയാനായിട്ടുള്ള അകത്തുള്ള മതിൽ പൊളിച്ചിട്ട് ദേവിക്കതൊരു ഇതാക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവണമെന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടി ആണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാനായിട്ട് വന്നത്. കാരണം ഞാൻ യോഗ മെഡിറ്റേഷൻ ചെയ്ത ടൈമിലും എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നല്ലൊരു ഇതെടുക്കുമെന്നുള്ളൊരു ഇത് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇതാണ് ആ കളിത്തട്ട് കേട്ടോ. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒത്തിരി സമാധാനം തോന്നാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മംഗളമാകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പോൾ എല്ലാവർക്കും ഓണം ആശംസിക്കുകയാണ്. പിന്നെ ഈ പ്രാവശ്യം ഓണമൊന്നും അങ്ങനെ ഇല്ല, എല്ലായിടത്തും അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇനിയും ഒരു വീഡിയോവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അമ്മേ ശരണം, ദേവീ ശരണം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ.